ഇങ്ങോട്ട് അടുത്ത് വാ. ഇവിടെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഐഡൻറ്റിഫൈ യുവേഴ്സ്. ഇവിടെ കുറേ ഇതിനോട്ടുള്ള വഴിയൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർക്ക് വൈകുന്നേരം വന്നിങ്ങനെ നടക്കുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ നിൽക്കുന്നതിൻ്റെ പുറകിൽ കാണാൻ പറ്റുമെങ്കിൽ പറ്റും. ഈ ഡാമാണ് സർദാർ സരോവർ ഡാം. നർമ്മദ, ഇങ്ങോട്ട് അടുത്ത് വാ. നർമ്മദേൻ്റെ വെള്ളം ഇങ്ങനെ ഒന്ന് ഡാമിലേക്ക് കൊണ്ടുവരുന്നത്. മധ്യപ്രദേശിൽ നിന്ന് തുടങ്ങുന്ന നർമ്മദ നദി ഇവിടെ ഇങ്ങോട്ട് വരുന്നത്, ഗുജറാത്ത്, പിന്നെ അതിൽ മഹാരാഷ്ട്ര, അങ്ങനെ പല സ്ഥലത്തിലേക്ക് പോകുന്നു. ഇവിടെയാണ് അതിൻ്റെ മെയിൻ ഡാം. 2017 അല്ലേ, 2017 പണിയുണ്ട്. ഇതിൻ്റെ തറക്കല്ലിട്ട് 60 വർഷം മുമ്പ് ജവഹർലാൽ നെഹ്റു ആണ് 1960 സമയത്ത് അതിനുശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്, 60 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഇത് പണിതത്. ഭയങ്കര സംഭവമാണ്. നമുക്ക് ഇങ്ങനെ കാണാം. ഇതാണ് അതിന്റെ ഇതാണ് അതിന്റെ പോയിന്റ്. പക്ഷേ അതിന്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ എടുക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ. കുറച്ചുപേരൊക്കെ പോകുന്നുണ്ട്. അത് പെർമിഷൻ എടുത്തവർക്ക് മാത്രം, നമുക്കൊന്നും പറ്റൂല. നേരത്തെ എടുക്കണം. ഇനി എന്തായാലും ഇന്ന് കിട്ടൂല എന്നാണ് ഞാൻ ചോദിച്ചു. പെർമിഷൻ എടുക്കാൻ പറ്റുമോ? ഇന്നെന്തായാലും കിട്ടൂല. സർദാർ സരോവർ ഡാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ അൻവർ. പുതിയ വണ്ടിയാണ്, 15 ദിവസമായിരുന്നു. സുബ്രു കയറുന്നു. നമ്മളിപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ട് ലേസർ ഷോ കാണാൻ സ്റ്റാച്യു ഓഫ് യൂണിറ്റീൻ്റെ ഇവിടെ വന്ന് ഇരുന്നിട്ടാണുള്ളത്. സൂര്യനൊക്കെ അസ്തമിക്കുന്നതൊക്കെ ഉള്ളൂ. സർദാർ സരോവർ ഡാമിലേക്കുള്ള നർമ്മദാ നദി ഒഴുകുന്ന നമുക്ക് കാണാൻ പറ്റും. അവിടെ എക്ദ ബോട്ട് സർവീസ് ഉണ്ട്. അങ്ങനെ സർദാർ സരോവർ ഡാമൊക്കെ കണ്ടുവരാൻ എനിക്ക് 600 രൂപയാണ് ഒരാൾക്ക്. ഏകദേശം ആ റേഞ്ചിലുള്ള ടിക്കറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ലേസർ ഷോയുടെ ടിക്കറ്റും കൂടി ഒരുമിച്ച് എടുക്കണം. എക്സ്പ്രസ് ടിക്കറ്റ് എടുക്കണം. അങ്ങനെയാകുമ്പോൾ ഇതെല്ലാം കൂടെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആണ്. ക്യൂ ഒന്നും നിന്നിട്ട് നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നോർമൽ ടിക്കറ്റ് 350 രൂപയാണെങ്കിൽ എക്സ്പ്രസ് ടിക്കറ്റ് അതിന് 1000 രൂപയാണ്. 1000 രൂപയ്ക്കകത്ത് ഈ ലേസർ ഷോയും ഇൻക്ലൂഡ് ആണ്. പിന്നെ നമുക്ക് ഒന്നിൻ്റെ ഒരു ക്യൂ നിൽക്കേണ്ട, നേരിട്ട് എല്ലായിടത്തും കയറി കാണാം. അതാണ് ഏറ്റവും എക്സ്പ്രസ് ടിക്കറ്റ്. ഓൺലൈൻ എടുക്കണം. അതിന് സെപ്പറേറ്റ് ക്യൂ ആണ് എക്സ്പ്രസ് ടിക്കറ്റിന് വേണ്ടി. അവിടെ നോർമൽ ആരും കൊണ്ടാവില്ല. അങ്ങനെ രാത്രിയിൽ മറ്റേ അവിടെ മാത്രം നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയിൽ മാത്രം ലൈറ്റ്, ബാക്കിയെല്ലാം ലൈറ്റ് ഓഫായിട്ടാണ്. ഇപ്പോൾ ലേസർ ഷോ തുടങ്ങാൻ പോവാണ്. അതുകൊണ്ടാണ് ഈ ബാക്കിയെല്ലാ ലൈറ്റുകളും ഓൾമോസ്റ്റ് സീറ്റെല്ലാം നിറഞ്ഞിട്ടുണ്ട്. 200 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൂ. അതിനനുസരിച്ച് ആൾക്കാരെ അവർ എടുക്കുകയുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാർക്ക് വരാൻ പറ്റൂല.
അപ്പോൾ ലേസർ ഷോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അതിന്റെ പുറത്തിറങ്ങിയിരിക്കുന്നതാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ലേസർ ഷോ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ലേസർ ഷോ ആയിരുന്നു. ആക്ച്വലി എല്ലാവരും വന്ന് സ്റ്റാച്യു ഓഫ് യൂണിറ്റി പകല് കണ്ടിട്ട് പോകും. ലേസർ ഷോയും കൂടെ കണ്ടിട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരു പെർഫെക്ഷൻ ആവുള്ളൂ. എന്ത് അടിപൊളിയായിട്ടാണ് ആ ലൈറ്റിൽ മൊത്തം ബാക്കി മുഴുവൻ ഇരുട്ടും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രത്യേകം മാത്രം ഇങ്ങനെ ലേസർ ഷോ നടക്കും. അടിപൊളി ഫീലിംഗ് ആണ്. അതാണ് ആക്ച്വലി അതിൻ്റെ കാണേണ്ട സംഭവം. കൊടുത്ത പൈസ മുതലാകുന്നതാണ് ആ സംഭവം കൂടെ കണ്ടത്. പക്ഷെ അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ 6:45 തുടങ്ങിയിട്ട് അത് 7:30 വരെ ഉണ്ടായിരുന്നു. 6:45 മുതൽ 7:30 വരെയാണ് അതിൻ്റെ ടൈമിങ്. ആ സമയം നമ്മൾ ഇവിടെ എത്തണം. നമുക്ക് ഇവിടുന്ന് നോക്കാം. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് കറക്റ്റായിട്ട് അത് ആ ലൈറ്റ് കാണാൻ പറ്റും. അത്ര ഹൈറ്റിൽ 182 മീറ്റർ ഉയരമുള്ളതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടിട്ട് നമ്മള് ടെൻസിറ്റിയിലേക്ക് പോകും. ഇതുണ്ടോ, ഇത് തന്നെ ആർട്ടിഫിഷ്യൽ ഗാർഡൻ ആണ്. നമ്മുടെ ഈ ലൈറ്റും കൊണ്ട് മൊത്തം ഉണ്ടാക്കിയേക്കുന്നത്. തെങ്ങും കാര്യങ്ങളൊക്കെ ഈ പ്ലാസ്റ്റിക്കും ഇതില് ലൈറ്റ് കൊടുത്ത് ലൈറ്റ് ആർട്ടിഫിഷ്യൽ കളറിലാണ് ആ തെങ്ങുകളുള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ പച്ചത്തെങ്ങല്ല, അത് പല കളറിലാണ്. ഇത് പോകുന്ന വഴിക്കാണ് നമ്മൾ അവിടുന്ന് നമ്മുടെ താമസ സ്ഥലത്തിലേക്ക് പോകുന്ന വഴിക്കാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്റെ അതിന്റെ കോമ്പൗണ്ടാണ്. 20 കിലോമീറ്റർ മൊത്തം ചുറ്റളവിൽ ഇത് അങ്ങനെ നമുക്ക് കിടക്കുന്ന സ്ഥലമാണിത്. നമ്മുടെ ടെന്റ് സിറ്റിയിലേക്ക് നമ്മളിപ്പം പോകുന്ന വഴിക്ക് ഇത് മുഴുവൻ കാണാൻ പറ്റും. സെന്ററിൽ ഇതിങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓവർ സ്പീഡിലൊന്നും പോകത്തില്ല, നോർമലായിട്ട് അവിടെ പോകാൻ പറ്റുള്ളൂ. ഓട്ടോ ഇലക്ട്രിക് വാഹനങ്ങളാണ് അങ്ങനെ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഇവരുടെ തന്നെ യൂണിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ. ഹാൻഡിക്രാഫ്റ്റിന്റെ ഒരു ഇതാണ്, ഷോറൂമാണ്. രാത്രി ആയതുകൊണ്ട് മൊത്തം ലൈറ്റുകൾ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. രാത്രി പകലത്തെക്കാളും രസം ഇപ്പൊ കാണുമ്പോഴാണ്. പകൽ ഈ സ്ഥലമൊന്നും കണ്ടപ്പോ അത്ര തോന്നിയില്ല. ഇനി ഒരു ഫുഡോ ഇതൊരു ന്യൂട്രീഷൻ കോംപ്ലക്സ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കുറെ സംഭവം ഉണ്ട് അതിന്റെ ഉള്ളിൽ. ഇതൊക്കെ എക്സാക്ട് കാണണം രാത്രി ലൈറ്റ് വെട്ടത്തിൽ. അതൊരു പ്രത്യേകം തന്നെയാണ്. രാത്രിയിലാണ് കാണാൻ വേണ്ടി ഏറ്റവും ഭംഗിയുള്ള. അവിടെ ആ ഏരിയ മുഴുവൻ ലൈറ്റ് കൊണ്ട് സെറ്റാക്കി. നമ്മളങ്ങനെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെ എത്തിയിരിക്കുകയാണ്? ഒരു ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത ഹോട്ടൽ പ്രതിഭ. പ്രാർത്ഥിക്കാൻ പോവാണ്. ഹോട്ടൽ പ്രതിമയിലെത്തിയിരിക്കുക. ഇവിടെ പഞ്ചാബി ഫുഡും ഗുജറാത്തി ഫുഡും ദീപ്വാടി ഫുഡും ഉള്ളൂ. നമ്മളെന്താ ഓർഡർ ചെയ്തത്? നമ്മള് റൈസ്, അതുകൊണ്ട് എന്നാ റൈസാ, മസാല റൈസിന് ഓർഡർ കൊടുത്തിട്ടിരിക്കുവാണ്. ദിവാലിന്റെ പടക്കൊക്കെ പൊട്ടുന്നതാണ്. അത് പേടിക്കൊന്നും വേണ്ട, ഞാൻ ഒന്ന് ചെറുതായിട്ട് പൊന്തിപ്പോയതേ ഉള്ളൂ. ചേട്ടാനെ കാണാൻ നല്ല ലുക്ക് ഉണ്ടോ? ഇനി നമ്മൾ ടെന്റ് സിറ്റിയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അവിടുത്തെ നൈറ്റ് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഹോട്ടലിന്റെ ഓവറോൾ വ്യൂ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാവേ. വേണം അല്ലെങ്കിൽ കാറിൽ നിന്ന് എടുത്തുകൊണ്ട് വരണ്ടായിരുന്നു. ആ കാറിലിരിക്കുന്ന അവിടെ ഇരുന്നോട്ടെ, നാളെ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം വേണ്ടേ. ഒരു ചെറിയ ഹോട്ടലാണ്, അത്ര വലിയ ഇതൊന്നുമല്ല, പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ വരുന്ന ഹോട്ടലുകളെല്ലാം കണ്ട ഒരു കാര്യമാണ്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഇതാണ് ഇന്നലെ നമ്മുടെ നൈറ്റ് ഭക്ഷണം. മസാല റൈസ് എന്ന് പറയും. ഇതാണ് കേട്ടോ. നാളെ നമ്മൾ നല്ല വെറൈറ്റി ഫുഡെല്ലാം കാണിക്കും മക്കളെ. ഇന്നിപ്പോൾ ഇത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാ. നാളെ നമ്മൾ വലിയതിലേക്ക് കിടക്കുന്നതിന് വേണ്ടി ഇതൊരു ചെറിയ സാമ്പിളാ. വയറ് ഫ്രീ ആക്കുക. നമ്മൾ തിരിച്ച് ടെന്റ് സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ടെന്റ് സിറ്റിയുടെ രാത്രി വൈബ് കണ്ടോളൂ. നല്ല രസമുണ്ട് കേട്ടോ. രാത്രി മൊത്തം ലൈറ്റ്. ഇവിടെയൊക്കെ ഒരു കാര്യം ഇങ്ങോട്ട് രാത്രിയിൽ ഇവിടെ എല്ലാം കാണാൻ ഭയങ്കര രസമാണ്. രാത്രിയിലാണ് ലൈറ്റിന്റെ ഭയങ്കര ഒരു സംഭവമുണ്ട്. കാരണം ഡാം അടുത്ത് തന്നെയാണല്ലോ. ചേട്ടൻ അടിച്ചു വിട്ട് പോകുന്നുണ്ട്. എന്നാത്തിനാ പോകുന്നതെന്ന് അറിയത്തില്ല. എന്നോട് പുറകെ വരാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് കളറെല്ലാം കണ്ടിട്ടാകുമ്പോൾ മെല്ലെ മെല്ലെ പോകാൻ തോന്നുന്നേ. അവിടെ മറ്റേ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട്, അത് വിളിക്കാൻ ഓടി ഓട്ടമായിരുന്നു. വേറൊന്നും അല്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് പോവണ്ടേ. ഇലക്ട്രിക് വെഹിക്കിൾ വന്നു, നമ്മൾ അതിൽ കയറി. നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ അതിനുള്ള റിക്ഷയിൽ കയറി ടെന്റ് സിറ്റിയിൽ എത്തിയിട്ടാണ് ഉള്ളത്. അപ്പം അങ്ങോട്ട് പോകുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പുറകിൽ ഇങ്ങനെ ഇരുന്നേക്കുക. ഇങ്ങനത്തെ സീറ്റാണ്.
അപ്പൊ ഇങ്ങനെ 2 സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ചേട്ടൻ അവിടെ എത്തിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നു, എന്നാലേ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഇത് കൾച്ചറൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലം. ഗർഭ ഡാൻസ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്, ഇന്ന് കാണിച്ചു തരാറ്. ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ കാണാൻ പറ്റും, നല്ല കളർഫുൾ, അതുകൊണ്ട് ഇപ്പൊ നല്ലോണം കാണാൻ പറ്റും. ഇനി ഇത് മുഴുവൻ റൂംസ് ആണ്. നമ്മുടെ റൂം അങ്ങ് അറ്റത്താണ്. ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കാണിച്ചു തരാതെ. നമ്മൾ നമ്മളുടെ റൂമിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ചാവി എടുക്കണമെങ്കിൽ ഒളിപ്പിച്ച് വെച്ചേക്കുവാണ് ഗൈസ്. ചേട്ടാ അവിടെ ലൈറ്റ് ഇടാൻ നോക്കുന്നുണ്ട്, പക്ഷെ കത്തുന്നില്ല. ചാവി ഇട്ടാലേ കത്തുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളെ റൂമിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു ഇന്നത്തെ ദിവസം മൊത്തം യൂസ് ചെയ്തു അല്ലേ? രാവിലെ മുതൽ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ട്രിപ്പിന്റെ തന്നെ ഈ 3 ദിവസം യൂസ് ചെയ്തെന്ന് വേണം പറയാൻ വേണ്ടി. അത്രയ്ക്ക് ഇതായിരുന്നു. ലൈറ്റ് ഷോ ആണെങ്കിൽ ലേസർ ലൈറ്റ് ഷോ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം എല്ലാരും രാവിലെ വന്ന് ഇതെല്ലാം കണ്ടിട്ട് പോകും. പക്ഷെ ആക്ച്വലി അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു പെർഫെക്ഷൻ ആവുള്ളൂ. എന്നല്ലേ പാമ്പ്, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊരു മസ്റ്റ് വാച്ച് സംഭവമായിട്ട് അത് ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം 9:45 ഇവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങും. 9:45 മുതൽ 10:30 വരെ കൾച്ചറൽ പ്രോഗ്രാമാണ്. ഗർഭ ഡാൻസും പിന്നെ അല്ലാതെ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണേ പോയി അവിടെ ഇരുന്ന് കാണാം. ഗർഭ ഡാൻസ് കാണണം, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അങ്ങനത്തെ ഡാൻസ് പരിപാടിയാണ്, വേണം നമുക്ക് പോയി അവിടെ കാണാം. പിന്നെ ഇതിലെ കൂടെ ഒക്കെ ഇറങ്ങി എല്ലാവരും ഇറങ്ങി നടക്കുക. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി നടക്കും. നമ്മൾ റൂമിൽ ഇരിക്കല് കുറവാണ്, വെറുതെ റൂം എടുത്തുന്നുണ്ട്, റൂമിൽ ഇരിക്കലില്ല. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, എനിക്ക് ഭക്ഷണം എല്ലാം കഴിച്ചപ്പോ ചെറുതായിട്ട് ഉറക്കം വരുന്നു. ഒന്നുമില്ല, നമ്മളിപ്പോ നടക്കാൻ പോകും. നടക്കാൻ പോട്ടെ, എവിടെ വണ്ടി കണ്ടാലും അവരുടെ കൈ നീട്ടിയാണ് തിരിച്ച് വീട്ടിൽ റൂമിലെത്തും. ഇവിടെ ഒരു 1000 റൂമുകളുണ്ട്. 1000 റൂമും ഫുള്ളാണ്. ആലോചിച്ചു എത്ര ആൾക്കാരാണ്. 621 അത്രയും ഫുള്ളാ. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തായിരുന്നു റൂമെല്ലാം വെക്കണുണ്ടോ, എല്ലാം ഫുള്ളാ. ആലോചിച്ചു എത്ര ആൾക്കാർ ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് എല്ലായിടത്തും പോകാൻ വേണ്ടി ആയിക്കോട്ടെ, ഇവിടെ പോകാൻ വേണ്ടി ബാറ്ററി വണ്ടി ഉണ്ട്. നമുക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യും. നമുക്ക് ഇവിടെ പോണേല് ഇവിടുന്ന് 6 എന്ന നമ്പറിൽ ഞെക്കിയിട്ടുണ്ട്, അന്നേരം വണ്ടി വരും, റിസപ്ഷനിൽ വണ്ടി വരും. അടിപൊളി, അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ്. ഇനി ഗർഭ ഡാൻസ് കൂടെ നോക്കാം. ഇനി അതും കൂടെ നോക്കാം നമുക്ക്. ഇപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒരു കുറച്ച് സമയം വിശ്രമിക്കട്ടെ. പ്ലിങ്കോ ഇതാണ് ടെന്റ് സിറ്റിയിലെ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം. നമുക്കിനി അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ നമ്മള് കൾച്ചറൽ ഷോ ഒക്കെ കണ്ട് തീർന്നിട്ടില്ലേ? അതിന് മുമ്പ് ചേട്ടൻ പറഞ്ഞു മതി നമുക്ക് പോകാൻ. മടുത്തു, നല്ല ക്ഷീണമുണ്ട്, ഉറക്കം വരുന്നുണ്ട്. നമ്മളിങ്ങനെ നടന്നു, കാരണം നമ്മളിവിടുന്ന് വിട്ട് നടക്കാനും ഉണ്ടായിരുന്നു. വണ്ടിക്ക് കൊണ്ടേ വിടും, പക്ഷെ വണ്ടി നടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മുഴുവൻ ഇക്കോ ഫ്രണ്ട്ലി, ബാറ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു, ബാറ്ററി വണ്ടിയൊക്കെ ഉള്ളു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മള് അങ്ങനെ നടന്ന് നമ്മുടെ വീട്ടിൽ
റെസ്റ്റ് എടുക്കണം നന്നായിട്ട്. എന്നിട്ട് നാളെ രാവിലെ ഒരു 7:30 എണീക്കണം. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ വഡോദരയ്ക്ക് ട്രാവൽ ചെയ്യണം. പിന്നെ അവിടുത്തെ സൈറ്റ് സീയിങ്ങും കാര്യങ്ങളായിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിന്റെ ബാക്കി നാളെ ടു ബി കണ്ടിന്യൂ. എല്ലാവർക്കും ബൈ ബൈ.